എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റും ഫഡ്ജിയും അതുപോലെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പിയാണ്. ഡെസേർട്ടായിട്ട് നമ്മൾ കഴിക്കുന്ന ഒന്നാണ്. ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഉണ്ടെങ്കിൽ ഈ ബ്രൗണി നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടി 100 ഗ്രാം ബട്ടർ എടുത്ത് വെക്കണം. റൂം ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്ത ബട്ടറിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡറും 1/4 കപ്പ് ഓയിലും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചോക്ലേറ്റ് എടുക്കാം. ഡാർക്ക് ചോക്ലേറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഏത് ചോക്ലേറ്റും എടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ഈ ചോക്ലേറ്റ് ഈ അരിച്ച് വെച്ച മൈദയിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ടയുടെ കൂടെ 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഹാൻഡ് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നല്ലപോലെ വൈറ്റ് ആവുന്നത് വരെ ബീറ്റ് ചെയ്യുക. ഇനി സാധാരണ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യുന്നവരാണെങ്കിലും നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് മിക്സ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി ആ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മൈദ മിക്സ് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ബ്രൗണി ഉണ്ടാക്കാൻ നമ്മൾ എപ്പോഴും എടുക്കുന്നത് കുറച്ച് പരന്നിട്ടുള്ള ഒരു കേക്ക് ട്രേ ആണ്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് കുറച്ച് ചെറിയ കേക്ക് ട്രേയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി കൂടുതലായിട്ടുണ്ടാവും, ഹൈറ്റ് കൂടുതലായിട്ടുണ്ടാവും. ചെറിയ കേക്ക് ട്രേയിലെടുത്താൽ അത്ര ഹൈറ്റ് ഉണ്ടാവില്ല. 160 ഡിഗ്രി 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ ഈ ഒരു ബ്രൗണി തയ്യാറായി കിട്ടും. നല്ല ടേസ്റ്റിയാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഐസ്ക്രീം സ്കൂപ്പിൻ്റെ കൂടെ ഡെസേർട്ടായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്